വഴക്കുണ്ടാക്കാൻ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും വേണ്ട എന്ന അവസ്ഥയാണ് ബിഗ് ബോസ് സീസൺ 6-ൽ. ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേതിനെ പരസ്പരം വാക്കേറ്റവും പോര് വിളിക്കലും കയ്യാങ്കളിയുമാണ്. എല്ലാ എപ്പിസോഡിലും അടിക്കുള്ള വകയുള്ളതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് ഇതൊന്നും ഒരു പുത്തരിയല്ല എന്ന അവസ്ഥയാണ്. ജാസ്മിന്റെയും ഗബ്രിയുടെയും കൃത്യമായ മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കിയ ദിവസം, അതാണ് ബിഗ് ബോസ് വീട്ടിലെ 10ാമത്തെ ദിവസം. രണ്ടുപേരുടെയും നിലനിൽപ്പിന് നിലവിൽ ഭീഷണിയായി നിൽക്കുന്ന റോക്കിയെ തന്നെയാണ് രണ്ടുപേരും ഉന്നം വെച്ചത്. ഇത്തവണ ബിഗ് ബോസിന്റെ ക്ലാസിക് ടാസ്ക് അഥവാ ക്ലാസിക് ഗെയിം വീട് നിർമ്മിക്കലാണ് വഴക്കിന്റെ ആസ്ഥാന കാരണം. വളരെ രസകരമായ ടാസ്ക് ആണെങ്കിലും സംഭവിച്ചത് അങ്ങനെയല്ല. ഒരു കുരുക്ഷേത്ര യുദ്ധമാണ് വീടിനുള്ളിൽ ഈ ടാസ്ക് കാരണം നടന്നത്. 3 ഗ്രൂപ്പുകളായി തിരിഞ്ഞ് പേപ്പർ ഗ്ലാസ് ഉപയോഗിച്ച് പിരമിഡ് ഷേപ്പിൽ വീട് നിർമ്മിക്കുക. വീട് പണിയുമ്പോൾ എതിർ ടീമുകാർ ബോൾ കൊണ്ട് അവ തകർക്കുകയും വേണം. അത്തരത്തിൽ പോരാടി ഏറ്റവും കൂടുതൽ പൊക്കത്തിൽ വീടുണ്ടാക്കുന്ന ടീം വിജയിക്കും. അതായിരുന്നു ടാസ്ക്. പവർ ടീമും മറ്റ് 2 ടീമുമാണ് ടാസ്കിൽ മത്സരിച്ചത്. സത്യത്തിൽ ഫൺ ആൻഡ് ആക്റ്റീവ് ഗെയിം ആയിരുന്നുവെങ്കിലും പേഴ്സണൽ രീതിയിലാണ് ചിലർ ഗെയിമിനെ കണ്ടത്. നല്ല രീതിയിൽ പോയ ഗെയിം ജാസ്മിനും റോക്കിയും കൂടി എറിഞ്ഞു തള്ളിയിട്ടതോടെ പ്രശ്നം തുടങ്ങി. ശേഷം പ്രീ മാച്ചിലേക്ക് വരെ കാര്യങ്ങൾ എത്തിച്ചേരുകയായിരുന്നു. പിന്നീട് നടന്നതാകട്ടെ അതിലും കഷ്ടമായിരുന്നു. നല്ല രീതിയിൽ നടക്കേണ്ട ഗെയിമിനെ കൊളമാക്കിയത് ഗബ്രിയാണെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. ആശാന്റെ ടീമിന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്നത് റോക്കി ആയതുകൊണ്ട് തന്നെ കിട്ടിയ അവസരം നല്ല പോലെ ഗബ്രി മുതലാക്കി. മനഃപൂർവ്വം റോക്കിയെ പ്രൊവോക്ക് ചെയ്ത് ഗെയിമിനെ അടിയിലേക്ക് എത്തിക്കാൻ ഗബ്രിക്ക് സാധിച്ചിരുന്നു. ആണാണെങ്കിൽ ആണുങ്ങളോട് കളിക്കട എന്ന ഗബ്രിയുടെ വാക്കിൽ പ്ലാൻ വളരെ വ്യക്തമാണ്. റോക്കിയെ പ്രൊവോക്ക് ചെയ്ത് സീൻ വഷളാക്കി ക്യാമറ സ്പേസ് നേടിയെടുക്കുക. ആശാൻ വീട്ടിലെ ബാക്കിയുള്ളവർ സപ്പോർട്ട് ചെയ്യുമെന്നാണ് കരുതിയതെങ്കിലും മെജോറിറ്റി ആളുകളും ഗബ്രിക്ക് നേരെയാണ് തിരിഞ്ഞത്. സ്ത്രീകളുടെ അസ്ഥാനത്ത് ബോൾ എറിഞ്ഞു എന്ന പ്രയോഗം ഉൾപ്പെടെ പാരയായി തിരിച്ചു കിട്ടി. ഗബ്രി എവിടെയുണ്ടോ അവിടെ ജാസ്മിൻ ഉണ്ടെന്ന് പറഞ്ഞ പോലെ ഇവിടെയും അതേ അവസ്ഥ തന്നെയായിരുന്നു. ഈ കഥയിലില്ലാത്ത ഒരാൾ ഗബ്രിക്ക് വേണ്ടി വാദിക്കുന്നു, വഴക്കിടുന്നു. ഇവർക്ക് എന്തിന്റെ കേടാന്ന് തോന്നിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. സത്യത്തിൽ ഇവർ രണ്ടുപേർക്കും ഒരുമിച്ച് നിന്നാൽ സ്ക്രീൻ സ്പേസ് കിട്ടുമെന്ന് കൃത്യമായി അറിയാവുന്നത് കൊണ്ടാണ് ഈ കാട്ടിക്കൂട്ടലെന്ന് വളരെ വ്യക്തം. അവസാനം പൊറുതിമുട്ടി കൺഫെഷൻ റൂമിലേക്ക് ജാസ്മിനെയും ഗബ്രിയെയും റോക്കിയെയും വിളിപ്പിക്കേണ്ടി വന്നു ബിഗ് ബോസിന്. ഇതിന്റെ എല്ലാം ഇടയിൽ ജയിച്ച ടണൽ ടീമിനെ മൈൻഡ് ചെയ്യാൻ പോലും ടൈം കിട്ടിയില്ല എന്നതാണ് സത്യം. സത്യത്തിൽ ജാസ്മിന്റെയും ഗബ്രിയുടെയും കൃത്യമായ പ്ലാനിംഗ് ആയിരുന്നു റോക്കിയെ ടാർഗറ്റ് ചെയ്യുക എന്നത്. അതുകൊണ്ടാണ് രാവിലെ ജാസ്മിൻ റോക്കിയുമായി പതിവില്ലാതെ സംസാരിച്ചതല്ല. ഒരു ദുരുദ്ദേശം ഒളിഞ്ഞിരിപ്പുള്ളത് പോലെ ഫീൽ ചെയ്തിരുന്നു. റോക്കിയുടെ മനസ്സിലിരിപ്പ് അറിയുന്നതിനായി കരുതിക്കൂട്ടി സംസാരിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. റോക്കി നിങ്ങൾ തമ്മിൽ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ജാസ്മിൻ മറുപടിയായി പറയുന്നത് തനിക്ക് ബിഗ് ബോസ് വീടിനുള്ളിലെ നിലനിൽപ്പാണ് ഗബ്രി എന്നും പുറത്തു പോയി കഴിഞ്ഞാൽ അങ്ങനെയാകില്ലെന്നൊക്കെയാണ് മറുപടി പറയുന്നത്. ഒരു തരത്തിൽ പറഞ്ഞാൽ റോക്കിയെ തെറ്റിദ്ധരിപ്പിക്കാൻ ജാസ്മിൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. ഗബ്രിയെ മാറ്റി നിർത്തി ഗബ്രി വിളിക്കുമ്പോൾ പിന്നെ വരാമെന്ന് പറഞ്ഞ് ഒഴിവാക്കുന്നതെല്ലാം ഇതിന്റെ ഭാഗമായിരുന്നു. റോക്കിയെ ഏത് വിധേനയും ബിഗ് ബോസ് വീടിനുള്ളിൽ നിന്നും ഒഴിവാക്കുക എന്നതാണ് ഇവർ രണ്ടുപേരുടെയും ആവശ്യം. ഈ ആഴ്ചയിൽ നോമിനേഷനിലുള്ള സ്ഥിതിക്ക് റോക്കിയെ പ്രൊവോക്ക് ചെയ്യുന്നത് വഴി അദ്ദേഹം പുറത്താകുമെന്ന പ്രതീക്ഷയിലാണ് രണ്ടുപേരും ഉള്ളത്. മാത്രമല്ല ജാസ്മിന്റെയും ഗബ്രിയുടെയും റിലേഷനിൽ തുടക്കം മുതൽ റിയാക്ട് ചെയ്ത വ്യക്തി എന്ന നിലയിൽ സ്വാഭാവികമായും ഒരു ദേഷ്യം മനസ്സിലുണ്ട്. ആ റിവെഞ്ച് കൃത്യമായി ഗബ്രി യൂട്ടിലൈസ് ചെയ്തു. അതിനായി ജാസ്മിനെ കരുവാക്കാനും ഗബ്രിക്ക് കഴിഞ്ഞിരുന്നു. ഈ പ്രൊവോക്ക് ചെയ്യൽ റോക്കിയെ എഫക്ട് ചെയ്തത് കൊണ്ടാണ് വീടിനുള്ളിലെ ടേബിൾ ഇടിച്ച് നശിപ്പിക്കുന്ന രീതിയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിച്ചേർന്നത്. ആ ഇടി ഗബ്രിക്ക് കിട്ടാഞ്ഞത് സത്യത്തിൽ ഭാഗ്യമായി. വീടിനുള്ളിലുള്ളവർക്ക് ഇക്കാര്യം ഏകദേശം മനസ്സിലായതുകൊണ്ടാണ് അർജുൻ, സിജോ, ക്യാപ്റ്റനായ അപ്സര, ശ്രീരേഖ മുതലായവർ ഗബ്രിയെയും ജാസ്മിനെയും ആദ്യം തന്നെ എതിർത്തത്. എന്തിനെ ഒന്നിനും വരാത്ത അർജുൻ പോലും ജാസ്മിനോട് കയർത്ത് സംസാരിക്കണമെങ്കിൽ സഹി കെട്ടുവെന്നർത്ഥം. ശരണ്യ ഗബ്രിയോട് റിലേഷൻഷിപ്പിനെ കുറിച്ച് സംസാരിച്ച കാര്യം ജാൻ മോണിദാസുമായി ഷെയർ ചെയ്യുന്നുണ്ട്. ഒരു പരിധിവരെ വീടിനുള്ളിലുള്ളവരെ വെറുപ്പിച്ച് മുന്നോട്ട് പോകാൻ രണ്ടുപേർക്കും സാധിച്ചെന്ന് വരില്ല. അത് കഴിഞ്ഞാൽ ഇവരുടെ പിന്തുണ ഇവർക്ക് ആവശ്യമായി വന്നേക്കാം. അടി മാറ്റി നിർത്തിയാൽ ഋഷിയുടെ ലൈഫ് സ്റ്റോറി മാത്രമാണ് ഇന്നലെ ആ വീടിനുള്ളിൽ നടന്ന ഒരേ ഒരു സംഭവം. പ്രേക്ഷകരെ എപ്പോഴും ചിരിപ്പിക്കുന്ന മുടിയന്റെ ലൈഫ് സ്റ്റോറി ഒരു നിമിഷത്തേക്ക് പ്രേക്ഷകരെ കണ്ണു നനയിപ്പിച്ചിരുന്നു. മദ്യപാനിയായ അച്ഛന്റെയും എല്ലാം സഹിച്ചു കഴിഞ്ഞ അമ്മയെയും കുറിച്ചാണ് ഋഷി പറഞ്ഞത്. സത്യത്തിൽ ലവ് സ്ട്രാറ്റജി പിടിച്ച് ബിഗ് ബോസ് ഗെയിം കളിക്കുന്നത് ജാസ്മിനും ഗബ്രിയും അല്ലെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? രതീഷ് കുമാർ കഴിഞ്ഞാൽ കൃത്യമായ സ്ക്രീൻ സ്പേസ് ലഭിച്ച 2 പേർ ജാസ്മിനും ഗബ്രിയുമാണ്. രണ്ടുപേർക്കും വ്യക്തമായ പ്ലാനിംഗ് ഉള്ളതുകൊണ്ടാണ് നിഷാനയ്ക്ക് പകരം ജാസ്മിൻ പവർ റൂമിൽ കയറി പറ്റിയത്. ഒരേ സമയം നോമിനേഷൻ ഫ്രീയും അതേസമയം പവർ ഉപയോഗിക്കാൻ പറ്റുമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഇവയെല്ലാം ഇവർ രണ്ടുപേരും നേടിയെടുത്തത്.
മറ്റുള്ളവരിൽ ഒരാൾക്ക് പോലും ഇതിനൊന്നും സാധിച്ചിട്ടില്ല എന്നതും നമ്മൾ ഓർക്കേണ്ടതുണ്ട്. നിലവിൽ ഗബ്രിയേക്കാൾ ജാസ്മിൻ ജാഫറിനെ വീടിനകത്തും പുറത്തും ഹേറ്റേഴ്സ് ആവശ്യത്തിലധികമുണ്ട്. സോഷ്യൽ മീഡിയയിലടക്കം വലിയ സൈബർ അറ്റാക്കാണ് താരത്തിന് നേരിടേണ്ടി വരുന്നത്. ജാസ്മിൻ ഷോ ക്വിറ്റ് ചെയ്യുമെന്ന രീതിയിൽ വരെ പുറത്ത് ചർച്ച നടക്കുന്നുണ്ട്. ഇക്കണക്കിന് പോയാൽ പവർ ടീമിൽ നിന്നും ഇറങ്ങിയാൽ ജാസ്മിനെ കാത്തിരിക്കുന്നത് എലിമിനേഷൻ ആണെന്ന് ഉറപ്പാണ്.